ബ്രസീലിൽ നിന്ന് വന്ന ആ ഫോൺ കോളിൽ എന്താണ് അവർ അഡ്രിയാനോട് പറഞ്ഞതെന്ന് യാവിയർ സെന്റിക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ചോര വാർന്നു തുടങ്ങിയ അവൻ്റെ മുഖത്തു നിന്നും ഒരു കാര്യം അയാൾക്ക് മനസ്സിലായി. കാര്യമായി തന്നെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. As coisas podem acontecer assim tão rápido na minha vida. പിന്നീട് അയാൾ കേൾക്കുന്ന ഒരു അലർച്ചയാണ്. തൻ്റെ ഫോൺ നിലത്തേക്ക് വലിച്ചെറിഞ്ഞ അഡ്രിയാനോ ഒരു വല്ലാത്ത വിഭ്രാന്തിയോടെ നിലവിളിക്കാൻ തുടങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയ സാനിറ്റി പിന്നീടാണ് സത്യം അറിയുന്നത്. Porra, o cara que veio da favela que eu não tinha nada. ആ ഫോൺ കോളിൻ്റെ ഉള്ളടക്കവാചകം ഇതായിരുന്നു: അഡ്രി, അച്ഛൻ മരിച്ചുപോയി. അഡ്രിയാനോയ്ക്ക് അന്ന് വെറും 22 വയസ്സാണ് പ്രായം. എല്ലാ അർത്ഥത്തിലും കരിയർ അതിൻ്റെ പീക്കിലെത്തി നിൽക്കുന്ന സമയം. വെറും 2 ആഴ്ച മുൻപ് നടന്ന കോപ്പ അമേരിക്ക ടൂർണമെൻറ്റിൽ 7 ഗോളുകളോടെ ടോപ്പ് സ്കോററായി അവനെ എല്ലാവരും വിശേഷിപ്പിച്ചിരുന്നത് അടുത്ത റൊണാൾഡോ എന്നായിരുന്നു. എന്നാൽ എല്ലാം മാറി മറിയാൻ ഒരൊറ്റ ഫോൺ കോൾ മതിയായിരുന്നു. ലോകത്തെ എണ്ണം പറഞ്ഞ സ്ട്രൈക്കർമാരിലേക്കുള്ള ഉയർച്ചയുടെ അപ്രതീക്ഷിതമായി കടന്നു വന്ന ദുരന്തത്തിൻ്റെ, ചെറുത്തുനിൽപ്പിൻ്റെ, ദാരുണമായ പര്യവസാനത്തിൻ്റെ കൂടെ കഥയായ അഡ്രിയാനോയുടെ ജീവിതമാണ് പന്തളിക്കഥകളിൽ ഇത്തവണ. സന്തോഷവും ദുരിതവും ഒരേ സാമ്പാതാളത്തിൽ നൃത്തമാടിയിരുന്ന ഫവേലുകളിൽ നിന്നും ഇന്റർ മിലാന്റെ ടോപ്പ് സ്ട്രൈക്കറിലേക്കുള്ള അവൻ്റെ യാത്ര അത്ര എളുപ്പമല്ലായിരുന്നു. അക്രമങ്ങൾക്കും അഴിമതിക്കും പേരുകേട്ട വില്ല ക്രൂസേറോയിൽ നിന്നും അവൻ രക്ഷിക്കുന്നത് എപ്പോഴും അവൻ്റെ കാലുകളിലുണ്ടായിരുന്ന ആ തുകൽപന്തായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ പടുകുഴിയിൽ നിൽക്കുമ്പോഴും അവനെ ഫ്ലമിംഗോയുടെ അക്കാദമിയിൽ ചേർക്കാൻ അവൻ്റെ കുടുംബം വല്ലവിധേനെ പണം കണ്ടെത്തി. അക്കാദമി ഫുട്ബോളിൽ നിന്നും വെറും 16-ാം വയസ്സിൽ തന്നെ സീനിയർ ടീമിലേക്ക് സ്ഥാനം ലഭിച്ച അവൻ അധികം വൈകാതെ ബ്രസീലിൻ്റെ നാഷണൽ ടീമിലും കയറിപ്പറ്റി. വേഗവും കരുത്തും ടെക്നിക്കും ഒരുപോലെ ഒത്തുചേർന്ന് അവനെ സൈൻ ചെയ്യുമ്പോൾ തന്നെ ഇന്റർ മിലാൻ അറിയാമായിരുന്നു തങ്ങൾക്ക് കിട്ടുന്നത് ഒരു സൂപ്പർ സ്റ്റാറിനെയാണെന്ന്. അവൻ്റെ ആദ്യ കളിയിൽ റയൽ മാഡ്രിഡിനെതിരെയുള്ള ഒരു പ്രീ സീസൺ മത്സരത്തിൽ തന്നെ തൻ്റെ ഇടംകാലിലെ കരുത്ത് അവൻ ഇന്റർ ആരാധകർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. മത്സരത്തിൻ്റെ 2ാം പകുതിയിൽ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടായി കളത്തിലിറങ്ങിയ അവൻ ബോക്സിൻ്റെ എഡ്ജിൽ വെച്ച് ലഭിച്ച ഒരു ഫ്രീ കിക്ക് ചോദിച്ചു വാങ്ങുകയാണ്. പോസ്റ്റിൻ്റെ വലതുഭാഗം കവർ ചെയ്ത് നിൽക്കുന്ന കസിയസിന് പക്ഷേ അതേ ദിശയിലേക്ക് വന്ന പന്തിന് നേരെ കൈയനക്കാൻ പോലും സമയം ലഭിച്ചില്ല. 105 മൈൽസ് പെർ അവർ സ്പീഡിൽ സഞ്ചരിച്ച ആ പന്ത് അന്നത്തെ ലോക റെക്കോർഡായിരുന്നു എന്ന് സ്ഥിരീകരിക്കാത്ത അനവധി റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ഇന്റർ മിലാന്റെ പ്ലേയിങ് ലെവലിൽ ഒരു സ്ഥാനം ലഭിക്കാൻ അവന് പിന്നെയും കാത്തിരിക്കേണ്ടി വന്നു. അഡ്രിയാനോയുടെ റോ ടാലന്റിൽ അവർക്ക് സംശയമൊന്നുമില്ലായിരുന്നുവെങ്കിലും അവൻ്റെ ഗെയിം കുറെ കൂടെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഫിയോറന്റീനയിലേക്കും പിന്നീട് പാർമയിലേക്കും അവന് പോകേണ്ടി വരുന്നുണ്ട്. പാർമയിൽ ചിലവഴിച്ച 2 കൊല്ലത്തിനിടയ്ക്കാണ് അവൻ ഇറ്റാലിയൻ ലീഗിലെ എണ്ണം പറഞ്ഞ സ്ട്രൈക്കർമാരിലേക്ക് ഉയർന്നു വരുന്നത്. സഹതാരം അഡ്രിയാൻ മുട്ടുവുമായി ഒരു മികച്ച പാർട്ണർഷിപ്പ് സ്ഥാപിച്ച അവൻ അക്ഷരാർത്ഥത്തിൽ ഇറ്റാലിയൻ ഡിഫൻഡർമാരുടെ പേടി സ്വപ്നമായി മാറി. 2004 ജനുവരിയിൽ ഇന്ററിലേക്ക് മടങ്ങിയെത്തിയ ശേഷമാണ് അഡ്രിയാനോ തൻ്റെ കരിയറിലെ ഏറ്റവും അപകടകാരിയായ വേർഷൻ പുറത്തെടുക്കുന്നത്. പാർമയിലെ ഫോം അതുപോലെ ഇന്ററിലും തുടർന്ന അഡ്രിയാനോയ്ക്ക് ദ എംപറർ ഓഫ് മിലാൻ എന്ന പേര് നേടിക്കൊടുക്കുന്നത് ലീഗിലെ അവസാന മത്സരമാണ്. ചാമ്പ്യൻസ് ലീഗ് സ്ഥാനം നിലനിർത്താൻ ജയിച്ചേ തീരൂ എന്ന നിലയിൽ കളത്തിലിറങ്ങിയ ഇന്റർ പക്ഷേ ആദ്യ പകുതി തീരാറാവുമ്പോൾ ഒരു ഗോളിന് പുറകിലാണ്. മൈതാനത്തിൻ്റെ ഇടതുവശത്തു നിന്നും ബോക്സിലേക്ക് വന്ന ഒരു ക്രോസിന് കൃത്യമായി തലവെച്ചുകൊണ്ട് അവൻ തൻ്റെ ഐക്കോണിക് സെലിബ്രേഷൻ പുറത്തെടുത്തു. 2ാം പകുതിയിൽ അവൻ നേടുന്ന ഒരു ബ്രില്യൻ സോളോ ഗോൾ കൂടെ കണ്ടതോടെ ഇന്റർ മിലാനിലെ സഹതാരങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി: തങ്ങൾ സൈൻ ചെയ്തിരിക്കുന്നത് ഒരു സാധാരണ കളിക്കാരനല്ല. 2004 കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ ടീമിലെ മെയിൻ സ്ട്രൈക്കറായി കളിക്കാൻ അവന് സ്ഥാനം ലഭിക്കാൻ പ്രധാന കാരണം റൊണാൾഡോ അടക്കമുള്ള പ്രധാന താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ചതായിരുന്നു. എന്നാൽ കിട്ടിയ അവസരം മുഴുവനായിട്ട് മുതലാക്കിയ അവൻ ഓ ഫിനോമിനയുടെ ലെഫ്റ്റ് ഫൂട്ടഡ് വേർഷനായി കളഞ്ഞു. അവസാന മത്സരത്തിൽ അർജന്റീനയെ നേരിടും മുൻപ് തന്നെ ഒരു ഹാട്രിക് അടക്കം 6 ഗോളുകൾ അവൻ ടൂർണമെന്റിൽ നേടിക്കഴിഞ്ഞിരുന്നു. പക്ഷേ നിർണായക ഫൈനലിൽ മത്സരം തീരാൻ സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അവർ ആജന്മ വരികളോട് 2-1 എന്ന സ്കോറിന് പുറകിലാണ്. ഇഞ്ചുറി ടൈമിന്റെ അവസാന നിമിഷം ബോക്സിലേക്ക് വീണ് കിട്ടിയ ഒരു ലൂസ് ബോളിലേക്ക് ആദ്യം റിയാക്ട് ചെയ്തത് അഡ്രിയാനോയാണ്. ഇടംകാലുകൊണ്ട് ആ പന്തിനെ തന്നെ വരുതിയിലാക്കിയ ശേഷം അതേ കാലുകൊണ്ട് അവൻ തൊടുക്കുന്ന ഹാഫ് വോളിയെ തടുക്കാൻ ലോകത്തിൽ ഒരു കീപ്പർക്കും സാധ്യമല്ലായിരുന്നു. പെനാൽറ്റി ഷൂട്ടൗട്ടിലെ ആദ്യ കിക്ക് തന്നെ വലയിലാക്കിക്കൊണ്ട് തൻ്റെ ടീമിന് കിരീടം നേടിക്കൊടുത്ത അവൻ ടൂർണമെന്റിലെ ഗോൾഡൻ ബൂട്ടും സ്വന്തമാക്കി. മത്സരശേഷം അവൻ നിറകണ്ണുകളോടെ തൻ്റെ കുടുംബത്തെപ്പറ്റി വാചാലനായി: ഈ കിരീടം എൻ്റെ പപ്പയ്ക്കുള്ളതാണ്. അദ്ദേഹമില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിവിടെ എത്തില്ലായിരുന്നു. മികച്ച ഫോമിൽ ഇന്റർ ക്യാമ്പിലേക്ക് മടങ്ങിയെത്തിയ ശേഷം 2004 ഓഗസ്റ്റ് 3-നാണ് അവനെ തേടി ആ വാർത്ത എത്തുന്നത്. അന്ന് വെറും 44 വയസ്സ് പ്രായമുണ്ടായിരുന്ന അവൻ്റെ പിതാവ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടു. തൻ്റെ ഹൃദയത്തിനേറ്റ മുറിവിനെ മറികടക്കാൻ ഒരിക്കൽ കൂടെ അവൻ റിയോയുടെ തെരുവോരങ്ങളിലൂടെ പന്ത് കളിച്ച് നടന്നിരുന്ന ആ പഴയ പയ്യനാവാൻ ശ്രമിച്ചു. തൻ്റെ പിതാവിനെ എന്ന പോലെ തന്നെ വിട്ടുകളയുമെന്ന് ഭയപ്പെട്ടിട്ടെന്ന പോലെ തന്നിലേക്ക് വന്ന ഓരോ പന്തുകളെയും അയാൾ ആ കാലുകളിൽ കൊരുത്തു വെച്ചു. ഉള്ളിൽ പതഞ്ഞു പൊങ്ങിയ അമർഷം തൻ്റെ ഇടംകാലിലൂടെ അയാൾ ആ പന്തിലേക്ക് കൈമാറി. സീസണിൽ 25 തവണ വലകുലുക്കിയ അഡ്രിയാനോ
കോപ്പ ഇറ്റാലിയ ഫൈനലിലെ 2 ഗോളുകളടക്കം ഓരോ ഗോളും ആകാശത്തേക്ക് കൈയുയർത്തിക്കൊണ്ട് തൻ്റെ പിതാവിന് സമർപ്പിച്ചു. 2005 ഫിഫ കോൺഫെഡറേഷൻ കപ്പിലെ അവൻ്റെ പ്രകടനങ്ങൾ കണ്ടതോടെ എല്ലാവരും ഒരു കാര്യം ഉറപ്പിച്ചു: അഡ്രിയാനോ പതിയെ തൻ്റെ ദുർഗതിയിൽ നിന്നും പുറത്തു കടന്നു തുടങ്ങിയിരിക്കുന്നു. ഫൈനലിൽ അർജന്റീനയ്ക്കെതിരെ നേടുന്ന 2 ഗോളുകളടക്കം ടൂർണമെന്റിൽ മൊത്തം 5 തവണ വലവൊരുക്കിയ അവൻ ഗോൾഡൻ ബൂട്ടും ഗോൾഡൻ ബോളും ഒരുമിച്ച് കരസ്ഥമാക്കി. എന്നാൽ ഫുട്ബോളിന് പോലും നികത്താൻ കഴിയാത്ത ഒരു വലിയ വീട് നെഞ്ചിൽ അവശേഷിപ്പിച്ച അവൻ്റെ ജീവിതത്തിൻ്റെ താളം പതിയെ നഷ്ടമായി തുടങ്ങിയിരുന്നു. പലപ്പോഴും നൈറ്റ് ക്ലബ്ബുകളിലും മദ്യപാനത്തിലും അഭയം കണ്ടെത്തി തുടങ്ങിയ അഡ്രിയാനോയുടെ ഫോം കൈമോശം വന്നു തുടങ്ങുകയും 2006 ലോകകപ്പിലെ മോശം പ്രകടനത്തെ തുടർന്ന് ബ്രസീൽ നാഷണൽ ടീമിലെ സ്ഥാനം അവന് നഷ്ടപ്പെടുകയും ചെയ്തു. ഫോമും ഫിറ്റ്നസും വീണ്ടെടുക്കാൻ വേണ്ടി ഇന്റർ മിലാൻ അവനെ ബ്രസീലിയൻ ലീഗിലെ സാവോ പോളോയിലേക്ക് അയച്ചു നോക്കുന്നുണ്ടെങ്കിലും എതിർ ടീമിലെ കളിക്കാരനെ തലകൊണ്ട് ഇടിച്ചു വീഴ്ത്തിയതിന് അവൻ സസ്പെൻഷൻ നേടിയെന്ന വാർത്തയാണ് അവരെ തേടിയെത്തുന്നത്. അടുത്ത വിന്റർ ബ്രേക്കിന് ബ്രസീലിലേക്ക് നേരത്തെ മടങ്ങിയ അഡ്രിയാനോ പിന്നീട് ഒരിക്കലും ഇറ്റലിയിലേക്ക് തിരിച്ചു വന്നില്ല. എന്നാൽ അടുത്ത സീസണിൽ തന്റെ ബോയ്ഹുഡ് ക്ലബായ ഫ്ലമിംഗോയിലേക്ക് തിരികെ ചേക്കേറിയ അവൻ പഴയകാല ഫോമിന്റെ ലക്ഷണങ്ങൾ വീണ്ടും കാണിച്ചു തുടങ്ങി. 19 ഗോളുകളോടെ ടോപ്പ് സ്കോറായ ഏകദേശം 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഫ്ലമിംഗോയെ ഒരിക്കൽ കൂടെ കിരീടത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഇതോടെ വീണ്ടും യൂറോപ്പിൽ നിന്നും ഓഫറുകൾ വന്നു തുടങ്ങിയ അവൻ റോമയുമായി 3 വർഷത്തെ കരാറിൽ ഏർപ്പെട്ടു. എന്നാൽ വെറും 9 മാസങ്ങൾക്ക് ശേഷം അവർ കോൺട്രാക്ട് റദ്ദാക്കുകയും അവൻ തിരികെ ജന്മനാട്ടിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്തു. പിന്നീട് ബ്രസീലിലെ ചില ക്ലബ്ബുകളിലും അമേരിക്കയിലെ മയാമി യുണൈറ്റഡിലുമെല്ലാം ഹ്രസ്വകാലത്തേക്ക് പന്ത് തട്ടുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് അവൻ എന്നോ രാജിവെച്ച് കഴിഞ്ഞിരുന്നു. തന്റെ വലിയ ബംഗ്ലാവും വസ്തുവകകളുമെല്ലാം വിറ്റ് തിരികെ വില്ല ക്രൂസേറോയിലെ തെരുവിലേക്ക് തന്നെ മടങ്ങിയ അവൻ മദ്യപാനത്തിന് വേണ്ടി തന്റെ ജീവിതം തന്നെ പണയം നൽകി. മയക്കുമരുന്ന് കേസിൽ ഏർപ്പെട്ട അവനെ പിന്നീട് കോടതി കുറ്റവിമുക്തനാക്കിയെന്നും ചില ലോക്കൽ ഗ്യാങ്ങുകളുമായി അവന് ബന്ധമുണ്ടെന്നുമെല്ലാം അഭ്യൂഹങ്ങൾ ഒരുപാടുണ്ട്. സത്യം എന്തു തന്നെയായാലും മദ്യപിച്ച് ബോധമില്ലാതെ തെരുവുകളിലൂടെ അലയുന്ന അഡ്രിയാനോ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന കാഴ്ച തന്നെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാവാൻ കഴിവുണ്ടായിട്ടും അച്ചടക്കവും പ്രൊഫഷണലിസവും ഇല്ലാതെ കരിയർ തെളിച്ച ഒരാളായിട്ടാണ് ലോകം അയാളെ വിലയിരുത്തുക. എന്നാൽ ചെറിയ പ്രായത്തിൽ തന്നെ തന്റെ പിതാവിനെ വെടിയേൽക്കുന്നത് നേരിട്ട് കാണേണ്ടി വന്ന ഒരു ബാലന്, തന്റെ പിതാവിന്റെ മരണവാർത്ത ഒരു ഫോൺ കോൾ വഴി അറിയേണ്ടി വന്ന ഒരു യുവാവിനെ ദൂരെ ഒരിടത്തിരുന്ന് ജഡ്ജ് ചെയ്യുക എന്നത് അത്ര എളുപ്പമല്ല. നമുക്കാകെ അറിയുന്നത് അയാൾ മൈതാനങ്ങളിൽ കാണിച്ചു വെച്ച മാജിക്കൽ മൊമെന്റ്സ് മാത്രമാണ്. കഷ്ടിച്ച് 2 വർഷം മാത്രം പീക്ക് ചെയ്ത ഒരു കരിയർ ഉണ്ടായിരുന്നിട്ടും അഡ്രിയാനോയുടെ കളി ഒരിക്കലെങ്കിലും നേരിട്ട് കണ്ട ഒരാൾക്കും അയാളുടെ ഇടങ്കാലിനെ ഭയപ്പെടുത്തുന്ന കരുത്തിനെ മറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അയാളുടെ വ്യക്തിജീവിതത്തിന് അയാൾക്ക് തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് അല്പകാലത്തേക്കെങ്കിലും നമ്മളെ ആനന്ദിപ്പിച്ചതിന് അയാളോട് നന്ദി പറയുക മാത്രം ചെയ്യാം.